ഫ്രഷറിൻ്റെ ജോബ് സെർച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോബിലേക്ക് എത്തുക, ഫസ്റ്റ് ജോബിൽ ചെന്നെത്തുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ടാസ്ക്കാണ്. സോ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഫൈനൽ ഇയറിലുള്ള ഒരു കുട്ടി എങ്ങനെ ഈ ഒരു ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള ചാലഞ്ചിങ് ടാസ്ക് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പ്രൊഫഷണൽ കോഴ്സാണ്, പ്രത്യേകിച്ച് എൻജിനീയറിംഗ് പോലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്ലേസ്മെൻറ്റ് സർവീസസ് ഉണ്ടാകും. അതായത് കോളേജ് തന്നെ കുട്ടികൾക്ക് കമ്പനികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള, ഇൻ്റർവ്യൂ വരെ എത്താനുള്ള ഒരു സാഹചര്യം നൽകുന്നു എന്നുള്ളതാണ്. പക്ഷേ പല കോഴ്സുകൾക്കും, പല ഗ്രാജുവേഷൻ കോഴ്സുകൾക്കും ഈ രീതിയിലുള്ള ഒരു ലക്ഷറി ഇല്ല എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതാണ്. സോ ഇത് കുട്ടികളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയി വരുന്നുണ്ട്. അതായത് ഇവർ തന്നെ ജോലി അന്വേഷിച്ച് ജോലിയിലേക്ക് എത്തുക എന്നുള്ളത്. പല കൂട്ടുകാരും ഈ ജോബ് സെർച്ച് ഫേസിൽ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതോടൊപ്പം പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 1-2 വർഷം വരെ ജോബ് സെർച്ചിലേക്കും എത്തിച്ചേരാറുണ്ട്. സോ മനസ്സിലാക്കേണ്ടത്, ഒരു ഐഡിയൽ ജോബ്, ഒരു ഡ്രീം ജോബ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ആ ജോബിലേക്ക് എത്തുന്നത് വരെ അൺഎംപ്ലോയിഡായി വീട്ടിലിരിക്കുക എന്ന കാര്യം, ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ എത്രത്തോളം ജോബ് മാർക്കറ്റുമായി അല്ലെങ്കിൽ ജോലിയുമായി വിട്ടുനിൽക്കുന്നു ആഫ്റ്റർ യുവർ എഡ്യൂക്കേഷൻ, അത്രയും സമയം വലിയൊരു ഗ്യാപ്പാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരാൻ പോകുന്നത്. അത് റെസ്യൂമെയിൽ വെച്ച് ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടു എൻ്റർ ജോബ് മാർക്കറ്റ്, ഡ്രീം ജോബിൽ അല്ലാതെ തന്നെ. ചെറിയ സാലറി ആണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം ലഭിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ്. യു ഷുഡ് നോട്ട് സീ ദ സാലറി, ശമ്പളം അല്ലെങ്കിൽ കാശ് എത്ര ലഭിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ജോലി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. ഈവൻ ഇഫ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നില്ല, ചെറിയൊരു സ്റ്റൈപ്പൻ്റാണ്, അതും ലഭിക്കുന്നില്ല എങ്കിൽ പോലും എൻ്റെ ഒരു സജഷൻ എന്നുള്ളത് യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഒരു 6 മാസം നിങ്ങൾക്ക് അങ്ങനെ ജോബ് പഠിച്ചെടുക്കാനുള്ളൊരു സാഹചര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പല ഫാൻസി കോഴ്സും ചെയ്ത് അങ്ങോട്ട് കാശ് കൊടുത്ത് സമയവും നിങ്ങളുടെ റിസോഴ്സും എഫേർട്ടും ഒക്കെ നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് റിയൽ ടൈമിൽ ജോബ് ചെയ്യുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും ഡിപ്ലോമ സർട്ടിഫിക്കറ്റും പല സർട്ടിഫിക്കേഷൻസും പിടിച്ച് വീട്ടിലിരുന്ന് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നതിനേക്കാളും നല്ലത് സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് ഇറങ്ങി ജോലി അന്വേഷിച്ച് ചെറിയ ജോബാണെങ്കിലും അത് വളരെ ചാലഞ്ചിങ് ആയി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.